നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകളുമായി ഇംഗ്ലീഷ് ചാനലിലൂടെ വരികയായിരുന്ന ബോട്ടിന് തീപിടിച്ചു. ബ്രിട്ടനിലേക്ക് അനധികൃതമായി കുടിയേറ്റം നടത്താനെത്തിയ 157 അനധികൃത അഭയാർത്ഥികളായിരുന്നു ആ ബോട്ടിനകത്തുണ്ടായിരുന്നത്. ബോട്ടിലുണ്ടായ യാത്രക്കാരെ എല്ലാവരും കടലിലേക്ക് ചാടി എന്നാണ് റിപ്പോർട്ട്. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. ബോട്ടിന്റെ എഞ്ചിനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നായിരുന്നു സ്ഫോടനം. ബുലോൺ-സുർ-മിറിനു സമീപത്തുള്ള കടൽ തീരത്തു നിന്നും പുറപ്പെട്ട ബോട്ടിന് അധികം വൈകാതെ തന്നെ തീപിടിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ബോർഡർ സെക്യൂരിറ്റി കമാൻഡിന്റെ 2 ബോട്ടുകളും ഒരു RNLI ലൈഫ് ബോർഡും ഉൾപ്പെടെ സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി എത്തിയിരുന്നു. ഫ്രഞ്ച് നാവികസേനയുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നത്. ഏകദേശം 54 കുടിയേറ്റക്കാരെ ബ്രിട്ടീഷ് കപ്പലുകളിൽ ഫ്രഞ്ച് തീരത്തെത്തിച്ചു. മറ്റുള്ളവരെ ഫ്രഞ്ച് നാവികരും രക്ഷപ്പെടുത്തി. യാത്രക്കാരിൽ ചിലർക്ക് ചെറിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് എങ്കിലും ഇതുവരെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആന്റി ബേണം അധികാരമേറ്റതിനു ശേഷം ഇതുവരെ 2000-ലധികം അനധികൃത അഭയാർത്ഥികളാണ് ചെറുയാനങ്ങളിൽ ഇംഗ്ലീഷ് ചാനൽ മറികടന്നെത്തിയിട്ടുള്ളത്. അധികാരത്തിലേറെ 2 ആഴ്ച മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും ആന്റി ബേണം ഇപ്പോഴും കുടുംബത്തോടൊപ്പം ഒഴിവുകാലം ആസ്വദിക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാമുകന് കൂട്ടുനിന്ന അമ്മ കോടതി വിധിച്ച ശിക്ഷയുടെ 1/3 മാത്രം അനുഭവിച്ചതിനു ശേഷം അടുത്ത വർഷം മുതൽ സ്വതന്ത്രയായി തെരുവിലൂടെ നടക്കും. ഡാനാക്കാർ എന്ന 27-കാരിയെ 2023-ലായിരുന്നു ജയിലിലടച്ചത്. 2 വയസ്സു മാത്രം പ്രായമുള്ള മകൾ മായ ചപ്പലിനെ കൊല്ലാൻ കാമുകനെ മൈക്കിൾ ഡയമണ്ടിന് ഒത്താശ ചെയ്തു എന്നതായിരുന്നു ഇവരുടെ മേൽ ചാർത്തപ്പെട്ട കുറ്റം. ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വരുന്ന ക്രിസ്മസോടെ ഇവർ പുറത്തിറങ്ങുമെന്നാണ് നിലവിലെ വിവരം. മരണമടഞ്ഞ കുഞ്ഞിന്റെ പിതാവ് ജെയിംസ് ചാപ്പൽ കുഞ്ഞിനെ രക്ഷിക്കുന്നതിനായി ഇടപെടലുകൾ നടത്തിയെങ്കിലും തന്റെ കാമുകന്റെ വികൃതമായ മനസ്സിനെ പിന്തുണച്ച് കുട്ടിയെ ഉപദ്രവിക്കാൻ അനുമതി നൽകുകയായിരുന്നു കാർ ചെയ്തിരുന്നത്. കുഞ്ഞിന്റെ പിതാവും കുടുംബവും പ്രധാനമന്ത്രിയെ കണ്ട് ഇവരെ ശിക്ഷാ കാലാവധി തീരുന്നതിന് മുമ്പ് മോചിപ്പിക്കുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇവരെ നേരത്തെ മോചിപ്പിക്കാൻ തന്നെയാണ് ലേബർ സർക്കാരിന്റെ തീരുമാനം. ബലാത്സംഗ കേസുകളിലെ പ്രതികളും കുട്ടിപ്പീഡകരുമായി 1000-ഓളം കുറ്റവാളികളെ ശിക്ഷാ കാലാവധി തീരുന്നതിന് മുമ്പ് മോചിപ്പിക്കേണ്ടി വരുന്നവരുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. അവർക്ക് ശിക്ഷ പൂർണ്ണമായും അനുഭവിക്കേണ്ടതായി വരും. എന്നാൽ PCC ആൻഡ്രൂ ഹാർപ്പറെ കൊന്ന 2 കുറ്റവാളികൾ ഉൾപ്പെടെ ചില കൊലപാതക കേസുകളിലെ പ്രതികൾക്കും ശിക്ഷ ഇളവ് ലഭിച്ചിട്ടുണ്ട്. എമർജൻസി സർവീസ് ജീവനക്കാരെ കൊല്ലുന്നവർ നിർബന്ധമായും ജീവപര്യന്തം തടവ് അനുഭവിക്കണമെന്ന് നിയമം ഉള്ളപ്പോഴാണ് ഈ ഇളവുകൾ നൽകിയത്. ആന്റി ബേണം തരംഗത്തിന് അവസാനമാകുന്നു എന്ന സൂചനകൾ നൽകിക്കൊണ്ട് വീണ്ടും അഭിപ്രായ സർവേ റിഫോം UK നേരിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. ഗവ് നടത്തിയ ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ 23 പോയിന്റുകൾ നേടി റിഫോം UK 1-ാം സ്ഥാനത്തെത്തിയപ്പോൾ കഴിഞ്ഞയാഴ്ച 22 പോയിന്റ് എന്ന നിലയിൽ തന്നെ തുടരുകയാണ് ഭരണകക്ഷിയായ ലേബർ പാർട്ടി. റിഫോം UK കഴിഞ്ഞയാഴ്ചയതിനേക്കാൾ 1 പോയിന്റ് അധികം നേടിയാണ് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അതേസമയം ടോറികളുടെ ജനസമ്മതിയിൽ 2 പോയിന്റിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 19 പോയിന്റുകളോടെ കൺസർവേറ്റീവ് പാർട്ടി 3-ാം സ്ഥാനത്ത് എത്തിയപ്പോൾ ഗ്രീൻസ് കഴിഞ്ഞയാഴ്ച 12 പോയിന്റുകൾ കാത്തുസൂക്ഷിച്ച് 4-ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞയാഴ്ചയിലേതിനേക്കാൾ 1 പോയിന്റ് കൂടുതൽ നേടി 12 പോയിന്റുകളോടെ ലിബറൽ ഡെമോക്രാറ്റുകളും 4-ാം സ്ഥാനത്തുണ്ട്. കെയർ സ്റ്റാമറെ നീക്കി ആന്റി ബേണന്റെ പ്രധാനമന്ത്രിയാകാനുള്ള തീരുമാനം വന്നതോടെ YouGov ഉൾപ്പെടെ എല്ലാ സർവേ കമ്പനികളും നടത്തിയ അഭിപ്രായ സർവേകളിൽ ലേബർ പാർട്ടി മുന്നേറ്റം നടത്തി വരികയായിരുന്നു. അതിനിടെ കഴിഞ്ഞ കുറേ ആഴ്ചകളായി നൈജൽ ഫരാജ് നേരിടുന്ന സാമ്പത്തിക ആരോപണങ്ങൾ റിഫോം UKയെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. ഇവരുടെ മുഖ്യ എതിരാളികളായ തീവ്ര വലതുപക്ഷ നയങ്ങൾ പിന്തുടരുന്ന റൂപ്പർട്ട് ലോവന്റെ നേതൃത്വത്തിലുള്ള റീസ്റ്റോർ ബ്രിട്ടൻ ഇപ്പോൾ നടന്ന അഭിപ്രായ സർവേയിൽ 4 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. 2-ാം സ്ഥാനത്തുള്ള റിഫോം UK നേരിടുന്ന പ്രതിസന്ധി അവസാനിക്കുന്നതിന് മുമ്പായി ഈ വർഷം അവസാനത്തോടെ ബേണം ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തിയേക്കും എന്ന ഊഹം വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പൊതു തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് റിഫോം UKയുടെ നേതൃത്വത്തിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് അന്നത്തെ പാർട്ടി നേതാവ് റിച്ചാർഡ് ടൈസുമായി ചർച്ച നടത്തിയിരുന്നതായി നൈജൽ ഫരാജ് സമ്മതിച്ചു. പാർട്ടിയുടെ സാമ്പത്തിക ബാധ്യതകളും നേതൃത്വത്തിലേക്ക് മടങ്ങിയെത്തിയാൽ നേരിടേണ്ടി വരുന്ന ഉത്തരവാദിത്വങ്ങളുമാണ് ചർച്ച ചെയ്തതെന്നും എന്നാൽ അത് അന്തിമ കരാറോ ധാരണയോ ആയിരുന്നില്ല എന്നും ഫരാജ് വിശദീകരിച്ചു. 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ഫരാജിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് ടൈംസുമായി ചർച്ചകളും ധാരണകളും നടന്നിരുന്നതായി ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. റിഫോം UK ടൈംസിന്റെ കമ്പനിയോടുള്ള 10 ലക്ഷം പൗണ്ടിലേറെ വരുന്ന വായ്പാ ബാധ്യത തിരിച്ചടയ്ക്കുകയോ എഴുതിത്തള്ളുകയോ ചെയ്യുന്നതും ചർച്ചയുടെ ഭാഗമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ നേതൃത്വത്തിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രം ബാധകമാകാവുന്ന വ്യവസ്ഥകളെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും ഔദ്യോഗിക കരാറുണ്ടായിരുന്നില്ലെന്നും ഫരാജ് പറഞ്ഞു. ബ്രിട്ടീഷ്
ക്രിപ്റ്റോ കറൻസി നിക്ഷേപക ക്രിസ്റ്റഫർ ഹാർബോണിൽ നിന്നും 50 ലക്ഷം പൗണ്ട് സ്വീകരിച്ചത് സംബന്ധിച്ച വിവാദം തുടരുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ. ഹാർബോണിൽ നിന്നും പണം ലഭിച്ചതിനു ശേഷമാണ് ടൈംസുമായി ചർച്ച നടത്തിയതെന്നാണ് ഫരാജിന്റെ വാദം. രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന സമയത്താണ് നിബന്ധനകളില്ലാതെ വ്യക്തിപരമായ സമ്മാനമായ തുക ലഭിച്ചതെന്നും അതിനാൽ വെളിപ്പെടുത്തേണ്ട ബാധ്യത ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പണം തന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് നൽകിയതെന്നും ആദ്യം വിശദീകരിച്ച ഫരാജ് പിന്നീട് ബ്രെക്സിറ്റിനായി നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായിരുന്നു എന്നും പറഞ്ഞു. എന്നാൽ സമ്മാനം ലഭിച്ച കാലത്തു തന്നെ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ് ചർച്ച ചെയ്തിരുന്നു എന്ന വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ മുൻ വിശദീകരണങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്നാണ് വിമർശകരുടെ ആരോപണം. മുൻ ഹോം സെക്രട്ടറിയും റിഫോം UK MPയുമായ സുവെല്ല ബ്രെബറിന് വംശീയ അധിക്ഷേപങ്ങൾ നടങ്ങിയ ഭീഷണി സന്ദേശങ്ങളടങ്ങുന്ന ഇമെയിലുകൾ അയച്ച മുൻ ബിസിനസ്സുകാരനായ ഇന്ത്യൻ വംശജന് 6 മാസത്തെ തടവ് വിധിച്ചു കോടതി. എന്നാൽ ശിക്ഷ 12 മാസക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. മലേഷ്യൻസ് കമ്മ്യൂണിക്കേഷൻ ആക്ട് പ്രകാരം ജഗ്ജീവൻ റാം എന്ന 65-കാരൻ 2 കേസുകളിൽ കുറ്റവാളികളാണെന്നും ഫെബ്രുവരിയിൽ കണ്ടെത്തിയിരുന്നു. 2024 വേനൽക്കാലത്ത് ഇയാൾ ബ്രേവർമാനെ അയച്ച് 2 ഇമെയിൽ സന്ദേശങ്ങളാണ് കേസിന് ആസ്പദമായത്. അതിൽ ഒന്നിൽ അയാൾ ആൾക്കൂട്ട ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇത് സുവെല്ല ബ്രേവർമാനെ ആശങ്കപ്പെടുത്തിയിരുന്നു എന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം പടിഞ്ഞാറൻ മിഡ്ലാൻഡ്സിലെ സോളിഹള്ളിനു സമീപം ബെയ്സാൽ കോമൺസ് വേസ്റ്റ് ലൈനിൽ താമസിക്കുന്ന റാമിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു. ആന്റിബയോട്ടിക്കിന്റെ പാർശ്വഫലങ്ങളാകാം ഇത്തരമൊരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന വാദവും കോടതിയിൽ ഉയർന്നുവന്നു. വംശീയ അധിക്ഷേപം ഉൾക്കൊള്ളുന്നതും ലൈംഗിക ചുവയുള്ളതുമായ ഒന്നിലധികം വാക്കുകൾ റാം തന്റെ സന്ദേശത്തിൽ ഉൾക്കൊള്ളിച്ചതായി കോടതി നിരീക്ഷിച്ചു. എന്നാൽ താൻ എന്താണ് എഴുതിയതെന്ന് ഓർത്തെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. നിലവിൽ തൊഴിലില്ലാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന റാമിന് 6 മാസത്തെ തടവ് ശിക്ഷ നൽകി അത് 12 മാസക്കാലത്തേക്ക് മരവിപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ 12 ആഴ്ചക്കാലത്തെ ഇലക്ട്രോണിക്കലി മോണിറ്റേർഡ് കർഫ്യൂവിനും ഇയാൾ വിധേയനാകണം. അതിനു പുറമെ 30 ദിവസത്തെ റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റികളിലും പങ്കെടുക്കുകയും ചെയ്യണമെന്നും വിധിച്ച കോടതി 5 വർഷക്കാലം ബ്രഹ്മാനും നേരിട്ട് ബന്ധപ്പെടുന്നതിൽ നിന്നും ഇയാളെ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. NHS നിബന്ധനകൾ സ്ത്രീകളിലെ സ്ഥാനാർബുദം കണ്ടുപിടിക്കാനാവാത്ത സ്ഥിതിക്ക് കാരണമാകുന്നതായി റിപ്പോർട്ട്. സ്ത്രീകളെ സ്ഥാനാർബുദ ടൈറ്റിങ്ങിനായി GPമാർ റഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന NHS നിബന്ധനകളാണ് ഇതിന് ഇടയാക്കുന്നത്. ഈ കാരണം കൊണ്ട് ടെസ്റ്റ് നഷ്ടമാകുന്ന 95% രോഗികൾക്ക് പിന്നീട് രോഗം രൂപപ്പെടുന്നുവെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. UK-യിൽ 50 വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീകൾ മരണപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് സ്ഥാനാർബുദം. ഇംഗ്ലണ്ടിൽ രോഗസാധ്യത ഏറിയ സ്ത്രീകളെയാണ് GPമാർ കൂടുതൽ പരിശോധനകൾക്കും സ്പെഷ്യലിസ്റ്റ് കെയറിനുമായി റഫർ ചെയ്യുന്നത്. എന്നാൽ ഈ റഫറൻസിന് കുടുംബ ചരിത്രവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസ് തയ്യാറാക്കിയ നിബന്ധനകളുമാണ് ആധാരമാകുന്നത്. അതേസമയം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഗവേഷകർ നടത്തിയ പരിശോധനയിൽ നൈസ് നിബന്ധനകൾ 50 വയസ്സിൽ താഴെയുള്ള 95% സ്ത്രീകളിലും അപകടം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടെന്നാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ഈ രീതിയിൽ രോഗം കണ്ടെത്താൻ അവസരം നഷ്ടമായ 95% കേസുകളിലും 10 വർഷത്തിനുള്ളിൽ രോഗം രൂപപ്പെട്ടതായി ബ്രിട്ടീഷ് ജേണൽ ഓഫ് ക്യാൻസറിൽ റിപ്പോർട്ട് ചെയ്യുന്നു. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കിഴക്കൻ ലണ്ടനിലും ബെഡ്ഫോർഡ്ഷെയറിലും സേവനം നൽകുന്ന NHS മാനസികാരോഗ്യ ട്രസ്റ്റ് വൻതോതിൽ സേവനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. കൂടാതെ 100 കണക്കിന് തൊഴിലവസരങ്ങൾ അവസാനിപ്പിക്കുവാനും പദ്ധതിയിടുന്നു. 25 ദശലക്ഷം പൗണ്ടിന്റെ കമ്മി നികത്താനാണ് ഈ നീക്കം. മാനസികാരോഗ്യ സേവനങ്ങൾക്കായുള്ള ആവശ്യം കുതിച്ചുയരുന്ന ഈ ഘട്ടത്തിൽ ഈസ്റ്റ് ലണ്ടൻ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ തീരുമാനത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുകയാണ്. കുട്ടികളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യ സംരക്ഷണം, കൗൺസിലിംഗ്, ചികിത്സകൾ, ലഹരി വിമുക്ത സഹായം, പ്രതിസന്ധി നേരിടുന്ന മുതിർന്നവർക്കുള്ള പിന്തുണ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ ഉൾപ്പെടെ കുറഞ്ഞത് 10 പ്രധാന സേവനങ്ങളുടെ പുനഃക്രമീകരണത്തിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ട്രസ്റ്റിന്റെ കീഴിലുള്ള ആകെ 6000 ജീവനക്കാരിൽ നിന്നും 330 പേരെ പിരിച്ചുവിടലുകളിലൂടെയും ഒഴിവാക്കുന്നതിലൂടെയും പിരിച്ചുവിടാൻ പദ്ധതി വഴിയൊരുക്കും. ഇതിന്റെ ഭാഗമായി ഈസ്റ്റ് ഹാം കെയർ സെന്ററിൽ 20 കിടക്കകളുള്ള ഫോദർഗിൽ വാർഡ് പുതിയ രോഗികളെ പ്രവേശിപ്പിക്കുന്നതിന് നിർത്തിവെക്കുകയും സെപ്റ്റംബർ 21 അടച്ചുപൂട്ടാൻ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ ട്രസ്റ്റുകളും തങ്ങളുടെ കണക്കുകൾ തുലനം ചെയ്യണമെന്ന് NHS ഇംഗ്ലണ്ട് നിർബന്ധിച്ചതാണ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് ട്രസ്റ്റ് അധികൃതർ വിശദീകരിക്കുന്നു. സേവനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് രോഗികൾക്ക് നീണ്ട കാത്തിരിപ്പ് സമയം സമ്മാനിക്കുമെന്നും ഇത് ചില സന്ദർഭങ്ങൾ ദാരുണവും മാറ്റാനാവാത്തതുമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും ട്രേഡ് യൂണിയനായ യൂണിറ്റ് മുന്നറിയിപ്പ് നൽകി. തീരുമാനത്തിനെതിരെ യൂണിയൻ അംഗങ്ങൾ സമര നടപടികൾക്കായി വോട്ടെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. പൊതുജന ആരോഗ്യം, സുരക്ഷ എന്നിവയിൽ ഈ പദ്ധതി ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് മുൻകൂട്ടി വിലയിരുത്തലുകൾ ഒന്നും നടത്തിയിട്ടില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. കൊച്ചി UK എയർ ഇന്ത്യ ഡയറക്ടർ സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റേഴ്സ് നിവേദനത്തെ തുടർന്ന് പത്തനംതിട്ട MP ആന്റോ ആന്റണി കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രിക്ക് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കത്തയച്ചു.
സിയാലും എയർ ഇന്ത്യയും തമ്മിൽ നേരത്തെ നടന്ന അനുകൂല ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ സർവീസ് പുനരാരംഭിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെയും സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെയും സജീവ ഇടപെടൽ ഉറപ്പാക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർ നടപടിയായാണ് MB വിഷയം കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിനായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റേഴ്സ് പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തിവരുന്നത്. ആറന്മുള MLA അബിൻ വർഗിയുടെ സാന്നിധ്യത്തിൽ യൂത്ത് പ്രതിനിധി സുമിൻ വർഗീസാണ് MBയെ നേരിൽ സന്ദർശിച്ച് നിവേദനം സമർപ്പിച്ചത്. അനോയിറ്റിംഗ് ഫയർ കാത്തലിക് മിനിസ്ട്രീസ് UK സംഘടിപ്പിക്കുന്ന അഭിഷേകാഗ്നി സെക്കൻഡ് സ്റ്റാറ്റർഡേ കൺവെൻഷൻ ഈ മാസം 8 ശനിയാഴ്ച നടക്കും. വെസ്റ്റ് ബ്രോംവിച്ചിലെ ബെതേൽ കൺവെൻഷൻ സെന്ററിൽ രാവിലെ 8 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. AFC UKയിൽ നിന്നുമുള്ള ഫാദർ ഷൈജു നടുവത്താനി, രജനി മനോജ്, ജീസസ് യൂത്തിൽ നിന്നുമുള്ള ഫാദർ ഡിറ്റോ ദേവസി എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകും. വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, രോഗസൗഖ്യ ശുശ്രൂഷ, വചന പ്രഘോഷണം എന്നിവ കൺവെൻഷന്റെ ഭാഗമായി ഉണ്ടാകും. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.